ഹലോ, ഇത് നമുക്ക് എൻ്റെ വീട്ടിലെ ഒരു കുട്ടി ഡേ മൈ ലൈഫ് കണ്ടാലോ. അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായ കുടിക്കും കേട്ടോ. രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 9 മണിയായപ്പോഴാണ് എഴുന്നേറ്റത്. പിന്നെ നിധിവാവ വന്ന് കക്കാറച്ചി കളിച്ചാന്നും പറഞ്ഞ് എൻ്റെ പുറത്ത് കയറി ഇരുന്ന് കക്കാറച്ചി കളിക്കുക കേട്ടോ. പിന്നെ എല്ലാ വീട്ടിലും കാണുമല്ലോ ഇതേപോലൊരു കുട്ടി ഡയറി, ഒത്തിരി വർഷം പഴക്കമുള്ള. ഇതേ കടന്ന ഞാനാട്ടോ. പിന്നെ ഇതെൻ്റെ അമ്മയും. അങ്ങനെ നിധിവാവ രാവിലെ ഒരു ബുക്കും പേനായും ഒക്കെ ആയിട്ട് പഠിക്കുക എന്നും പറയുന്ന രാവിലെ കഴിക്കാൻ ഇടിയപ്പമായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ വരുന്ന ഒട്ടുമിക്ക ദിവസവും ഇടിയപ്പം തന്നെ ആട്ടോ. പിന്നെ നിധിവാവയുടെ കുറുക്കാണ് ഞാൻ ഈ കാച്ചിക്കൊണ്ടിരിക്കുന്നത്. ഡെയിലി അയാൾക്ക് രാവിലെ കുറുക്ക് തന്നെ ആട്ടോ കൊടുക്കാറ്. പിന്നെ എനിക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അതിന് വേണ്ടി പോകാൻ വേണ്ടി ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകാൻ ഒരുങ്ങുവാട്ടോ. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രെയിം ചെയ്യിക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ചേക്കുവാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ബ്രദറുമായിട്ടാണേ പോയത്. വള്ളിക്കാവിലുള്ള കിക്കോയിലായിരുന്നു. അങ്ങനെ പിന്നെ ഇതൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്യുകയും ചെയ്തു. പിന്നെ കളിക്കുടുക്കയും മേടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ കളിക്കുടുക്ക. പിന്നെ മുടി ഒന്ന് ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ടാന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യുക കേട്ടോ. പക്ഷേ ഇത് എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്ത ഒരാളാട്ടോ. ഞാൻ എങ്ങനെയൊക്കെ ഇരുന്ന് കറക്കി പിടിച്ചോണ്ട് ചെറുതായിട്ട് സെറ്റായി വരുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? 2 സൈഡും നോക്കിയിട്ട് ഒരു വ്യത്യാസമില്ലേ? ഞാൻ പിന്നെ സാധനമൊക്കെ എടുത്ത് മാറ്റി വെച്ച് ബർത്ത്ഡേക്ക് പോകാൻ ഒരുങ്ങി. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേക്ക് പോയി കേട്ടോ. ഇവിടെ വന്ന് നിധിയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പായസമൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡ് അടിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ ബിരിയാണി ആയിരുന്നേ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് നിധിയാണെങ്കിൽ നല്ല കളിയാണ്. കളിച്ച് ആളെ ഉറങ്ങി. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഇത് നിധിവാവയ്ക്ക് മേടിച്ച ഐസ്ക്രീമാണ്, ഞാനാണ് കഴിച്ചത്. പിന്നെ നമ്മുടെ ആയുധം കളിക്കുടുക്ക. ഇതിനകത്ത് ഞാൻ കുറേ പടമൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ കളർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നിധിവാവ വിളക്ക് കത്തിച്ചെടുത്ത് ഭയങ്കര പ്രാർത്ഥനയായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ കഴിച്ച് പിന്നെ ചായയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്മ കുറേ മധുരം ഇട്ടായിരുന്നു ചായക്ക്. അതറിയാതെ ഞാനും കുറച്ച് മധുരം ഇട്ട് നല്ല മധുര ചായ ആയിരുന്നേ വൈകിട്ട്. പിന്നെ എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു, അത് ഞാൻ പൊട്ടിച്ച് നോക്കുവാണ്. ഇൻസ്റ്റയ്ക്കകത്തൊരു പേജിൽ നിന്ന് മേടിച്ചായിരുന്നു. നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ബുഗാഡി ആയിരുന്നു ഇത്. ഇതാണ് സംഭവം വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ. ഗുഡ് നൈറ്റ് ടാറ്റാ പറഞ്ഞേ.